ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായം, അതായത് ഭക്തിയും കാലപ്രഭാവവുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത്. 60-ാമത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഇന്ന് നമുക്ക് 61-ാമത്തെ ഭാഗം, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. നിർഗുണ ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്നത് മനോമാലിന്യങ്ങളാണെന്ന് ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു. ആ മനോമാലിന്യങ്ങളെ നീക്കുവാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമുക്കിന്ന് വിവരിക്കുവാനുള്ളത്. അപ്പോൾ അതിനുള്ള മനസ്സിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുവാനുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാമെന്ന് കപില ഭഗവാൻ ദേവഹൂതിയായ അമ്മയോട് പറയുന്നു. യാതൊരു ഫലത്തെയും ആഗ്രഹിക്കാതെ സ്വന്തം വർണ്ണാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിക്കുക. നമ്മുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ, ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യം പാലിക്കുക എന്ന് വെച്ചാൽ വിദ്യാർത്ഥിയായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥി എനിക്ക് വലിയ ഉന്നതമായ ജോലി ലഭിക്കണമെന്നും വലിയ വലിയ ശമ്പളങ്ങൾക്ക് ഉടമയാകണമെന്നും വലിയ സ്ഥാനമാനങ്ങൾ വേണം എന്നും ആഗ്രഹിക്കരുതോ എന്ന് നമുക്ക് ചോദിക്കാം, എന്ന് ചിന്തിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ, ഡെഡിക്കേഷനോടുകൂടിയാണ് നമ്മൾ ആ ആശ്രമം, ആ ബ്രഹ്മചര്യാശ്രമം പൂർത്തീകരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം തന്നെ വന്ന് ചേരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. നാം ചിന്തിക്കുന്ന ഫലം ഒരു ചെറിയ ഫലമാകും, പക്ഷെ ഭഗവാൻ നമ്മുടെ കർമ്മം അനുസരിച്ച് തരുന്ന ഫലം, അതിൻ്റെ ഫലം വളരെ വലുതാകാം. അപ്പോൾ നാം ഒരു പരിധി ഇട്ട്, ചെറിയ ഒരു ബൗണ്ടറി ഇട്ടിട്ട് ഇത്ര എനിക്ക് ആകണം എന്നല്ല നാം ആഗ്രഹിക്കേണ്ടത്. സമ്പത്തുണ്ടാകണം, വലിയ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ അത് മാത്രമല്ലേ നമുക്ക് കിട്ടുന്നത്. നമുക്ക് നല്ല സമൂഹത്തിൽ സേവനം ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുവാൻ, നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ, സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നല്ല ഗുണമുള്ളവരായി മാറുവാൻ, ആരോഗ്യമുള്ളവരായി ജീവിക്കുവാൻ, ഐശ്വര്യത്തോടുകൂടി ജീവിക്കുവാൻ, ഉത്തമരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ, ഇതെങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഉന്നതമായ ഒരുപാട് ശമ്പളം കിട്ടുന്ന നല്ല പദവിയുള്ളൊരു ജോലി മാത്രമല്ല ആഗ്രഹിക്കേണ്ടത്. അതുമാത്രം ആഗ്രഹിച്ച് ജോലി പഠിക്കുന്നത് കൊണ്ടാണ് ആ ജോലി മാത്രം കിട്ടുക, അത് കിട്ടിയില്ലേ നിരാശപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. അതിനേക്കാൾ എന്തെല്ലാം നമുക്ക് ജീവിതത്തിൽ വേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ പൂർണ്ണമായിട്ടും അതാത് ധർമ്മങ്ങൾ, ഏത് വർണ്ണാശ്രമം, അതിനുശേഷം അടുത്ത ധർമ്മമാണ് ഗൃഹസ്ഥാശ്രമം. അതും നമ്മൾ യാതൊരു ആഗ്രഹങ്ങളും കൂടാതെ, യാതൊരു ഫലവും ഇച്ഛിക്കാതെ, ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ഇതിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അതിനെനിക്ക് ഇത്ര വേണം, അല്ലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിനെല്ലാം ഇന്ന പരിഗണന കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നാം ആ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നിരാശയുണ്ടാവുകയും ജീവിതം വിട്ടെറിഞ്ഞിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളാണ്, ഭഗവാൻ എന്നെ നിയോഗിച്ചേക്കുകയാണ്. ഇത് ഞാൻ പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഈ മനുഷ്യർ വളരെ തുച്ഛരല്ലേ. അവരുടെ മനസ്സിൽ ഇരിക്കുന്നതെല്ലാം അസൂയയും കുശുമ്പും ഈഗോയും എല്ലാമാണ്. അപ്പം ഒരാൾ നല്ല കർമ്മം ചെയ്താൽ കൂടെയുള്ള ആൾ പോലും അത് നന്നായിരിക്കുന്നു എന്ന് പറയാത്ത എത്രയോ മനുഷ്യരുണ്ടാവും. പക്ഷെ പുറത്തുള്ളവർ, സുഹൃത്തുക്കളൊക്കെ നന്നായിരിക്കുന്നു എന്ന് പറയും, പക്ഷെ വീട്ടിലുള്ളവർ പലപ്പോഴും അത് പറഞ്ഞ് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെ നമുക്കതിന് വേണ്ടുന്ന ഒരു മോട്ടിവേഷൻ തരികയോ ഒന്നും ചെയ്യാത്ത ധാരാളം പേരും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ട്, നമ്മൾ നിരാശ ബാധിച്ചിട്ട്, എന്ത് ചെയ്തിട്ടും ആർക്കും ഒരു ഗുണം, ആരും ഒന്നും നന്നത് പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇതിനൊക്കെ ഞാൻ മെനക്കിടുന്നേ എന്ന് തോന്നരുത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും ആരോഗ്യവും നമ്മുടെ ഇച്ഛാശക്തിയൊക്കെ ഭഗവാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടെ ജോലി ചെയ്യാനൊരു ടൂളായിട്ടാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആളല്ലേ യഥാർത്ഥത്തിൽ ശമ്പളം തരേണ്ടത്, യഥാർത്ഥത്തിലുള്ള ഫലം തരേണ്ടതാണ് ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആളാണ്, അത് ഭഗവാനാണ്. നമ്മളിവിടെ ജോലി എടുക്കുന്നതേ ഉള്ളൂ അതാത് ധർമ്മം അനുസരിച്ച്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, യാതൊരു ആഗ്രഹങ്ങളും യാതൊരു ഫലവും മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ നമുക്ക് തന്നിരിക്കുന്ന കർമ്മങ്ങളെ നന്നായി അനുഷ്ഠിക്കുക. ഒരു ജീവിക്കും ഹിംസയുണ്ടാകാത്ത വിധത്തിൽ ദിവസേന നമ്മുടെ കർമ്മങ്ങളെ ചെയ്യുക. നാം നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും മറ്റൊരു ജീവിക്കും ഒരു ഹിംസയും ഒരു വേദനയും ഉപദ്രവവും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുക. അതാണ് രണ്ടാമത്തെ കാര്യം.
അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും കാണുകയും ആ ഭക്തന്മാരെ സ്പർശിക്കുകയും അവരുടെ പാദം വണങ്ങുകയും അവരുടെ കരം ഗ്രഹിക്കുകയും ഭക്തന്മാരെ കാണുകയും സ്പർശിക്കുകയും പൂജിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. ഭക്തന്മാരെയും ഭഗവാന്റെ വിഗ്രഹങ്ങളെയും പൂജിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ വിഗ്രഹങ്ങളെ സ്പർശിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഭക്തരെ സ്പർശിക്കാം, അവരുടെ പാദ നമസ്കാരം ചെയ്യാം, അവരെ നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ മുന്നിൽ നമുക്ക് തലകുനിക്കാം. അപ്പോൾ പൂജിക്കുകയും ഭക്തന്മാരെ കാണുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുക, ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുക. എല്ലാ ജീവജാലങ്ങളെയും പരമാത്മ ഭാവനയോടുകൂടി നാം കാണുകയും അവയെ വളർത്തുകയും ഒക്കെ ചെയ്യുക. ചെടികളും പക്ഷിമൃഗാദികളെയും എല്ലാം നാം സ്നേഹിക്കുക. അതൊക്കെ പരമാത്മ ചൈതന്യത്തിന്റെ വ്യത്യസ്തമായ രൂപമാണെന്ന് മനസ്സിലാക്കുക. മനസ്സിനെ സത്വഗുണ പ്രധാനമാക്കി തീർക്കുക. സത്വഗുണം എപ്പോഴും ഈശ്വര സാക്ഷാത്കാരത്തിന് വെമ്പുന്ന ഒരു മനസ്സാക്കുമ്പോൾ മാത്രമേ അത് സത്വഗുണ പ്രധാനമാവുകയുള്ളൂ. അങ്ങനെ ഒരു സത്വഗുണ പ്രധാനമാക്കി തീർക്കുക. നിസ്സംഗനായി ജീവിക്കുക. നിസ്സംഗൻ എന്ന് വെച്ചാൽ ഒന്നിനോടും സംഘമില്ലാതെ നിർഗുണനായി ഒരു വിരക്തിയോടെ ജീവിക്കുക എന്നല്ല, എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു, പക്ഷേ ഒന്നിനോടും ബന്ധപ്പെടാത്ത ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വിധത്തിൽ നിസ്സംഗതയോടുകൂടി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം സന്തോഷവും, ആരും ഒന്നും നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിൽ ദുഃഖവും വരേണ്ട കാര്യമില്ല. അതാണിവിടെ പറഞ്ഞത് ഭഗവാൻ. മഹാത്മാക്കളെ ബഹുമാനിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മഹാത്മാക്കളെ ബഹുമാനിക്കുക. ദുഃഖിതന്മാരിൽ അനുകമ്പയും തന്നോട് തുല്യരിൽ സ്നേഹവും വളർത്തുക. ദുഃഖിതന്മാരെ കണ്ട അനുകമ്പ തോന്നണം, അവർക്ക് നമ്മെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തുല്യരായിട്ടുള്ളവരെ നാം സ്നേഹിക്കുകയും ചെയ്യുക. എല്ലാ കർമ്മങ്ങളും അഹങ്കാരമില്ലാതെ ചെയ്യുക. നമുക്കൊരു പദവി കിട്ടി, അല്ലെ ഏതെങ്കിലും ഒരു സ്ഥാനമാനത്ത് നമ്മൾ വന്നിരിക്കുന്നു, ഒരു ചെറിയ പദവിയാകാം, വലിയ സ്ഥാനങ്ങളാകാം. പക്ഷെ അതിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ ഈ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ വിഷമിപ്പിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ആ പദവിയിലിരുന്ന് ശമ്പളം വാങ്ങിക്കാമെന്നല്ലാതെ ഈശ്വര ഭാഗത്തു നിന്ന് നമ്മുടെ വർഷങ്ങൾ വെറുതെ വേസ്റ്റായി എന്നല്ലാതെ ഒരു ഗുണവും നമ്മുടെ നന്മയുടെ ബാങ്കിലിടാൻ നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഏത് കർമ്മങ്ങളും അഹങ്കാരമില്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ക്രമേണ മനസ്സ് ശുദ്ധമായി തീർന്ന് അന്തര്യാമിയായ ഈശ്വരനിലേക്ക് നിരന്തരം പ്രവഹിക്കലാകുന്ന നിർഗുണ ഭക്തി ഉണ്ടാകുമെന്ന് ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഈശ്വരനായ ഞാൻ എല്ലാവരിലും എപ്പോഴും ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള എന്നെ അവഗണിച്ചുകൊണ്ടാണ് പലരും വെറും വിഗ്രഹത്തിൽ മാത്രം എന്നെ ആരാധിക്കുന്നത്. അപ്പോൾ ഈശ്വരനായ ഞാൻ എല്ലാവരിലും എല്ലായ്പ്പോഴും ആത്മസ്വരൂപേണ ജീവചൈതന്യമായി നിലകൊള്ളുന്നത് വിസ്മരിച്ചുകൊണ്ട് ഞാൻ വെറും വിഗ്രഹം മാത്രമാണെന്ന് കരുതി വിഗ്രഹത്തെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. അതിന് തൊട്ടരിയിൽ നിൽക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ഭഗവാന്റെ ചൈതന്യത്തെ നമ്മൾ ആട്ടിയകറ്റുന്നു. സർവാത്മാവായ എന്നെ അറിയാൻ പോലും ശ്രമിക്കാതെ വിഗ്രഹാരാധന നടത്തിയാൽ ഭസ്മത്തിൽ ചെയ്യുന്ന ഹോമം പോലെ നിഷ്പ്രയോജനമാണ്. കേട്ടോ, ഭഗവാൻ പറഞ്ഞത് കേൾക്കൂ. ഭസ്മത്തിൽ ചെയ്യുന്ന ഹോമം പോലെ നിഷ്പ്രയോജനമാണ്. എല്ലാവരിലും അന്തര്യാമിയായ എന്നെ അറിയാതെ ഞാൻ വെറും വിഗ്രഹം മാത്രമാണെന്നറിഞ്ഞ് പൂജ ചെയ്യുന്നതിന്റെ ഫലമാണ് ഭഗവാൻ പറഞ്ഞത്. അന്യശരീരങ്ങളിൽ വിളങ്ങുന്ന ആത്മസ്വരൂപമായ എന്നെ ദ്വേഷിച്ചും ശരീര അഭിമാനം വളർത്തിയും ഭേദബുദ്ധിയോടുകൂടി മറ്റുള്ളവരിൽ വൈരഭാവത്തോടെ ജീവിക്കുന്നവരുടെ മനസ്സ് ഒരിക്കലും ശാന്തമായി തീരുകയില്ല. ഭഗവാൻ പറഞ്ഞത് വളരെ സത്യമല്ലേ? അന്യശരീരങ്ങളിൽ വിളങ്ങുന്ന ആത്മസ്വരൂപനായ എന്നെ ദ്വേഷിച്ചും, അപ്പോൾ അന്യശരീരങ്ങൾ നമുക്ക് ദേഷ്യമുള്ളവരോ നമ്മളോട് വിരോധം വെച്ച് പുലർത്തുന്നവരോ നമ്മെ സ്നേഹിക്കാത്തവരോ അല്ലെ നമ്മോട് വഴക്കിടുന്നവരോ ഒക്കെ നമ്മൾ തിരിച്ച് വഴക്കും ദേഷ്യവും മോശവർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് വൈരഭാവത്തോടെ അവരോട് പെരുമാറുമ്പോൾ അവരുടെ ഉള്ളിലുള്ള എന്നെയാണ് നിങ്ങൾ ആ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ്
മറ്റുള്ളവരിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന എന്നെ, ആത്മസ്വരൂപനായ എന്നെയാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ദ്വേഷിക്കുമ്പോൾ ആ ദ്വേഷം അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവായ ഞാനാണ് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ശരീരാഭിമാനം വളർത്തിയും, ശരീരമാണ് ഞാന്, ആ ശരീരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചാനലുകളും വീഡിയോകളും ഒക്കെ ഓരോരുത്തർ ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് വ്യൂവേഴ്സൊക്കെയാണ് വരുന്നത്. ആത്മീയമായ കാര്യങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ കാരണം എന്താണ്? ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ ശരീരാഭിമാനത്തിന് വേണ്ടി നാം എന്തും ചെയ്യും. അങ്ങനെ ശരീരാഭിമാനം വളർത്തിയും ഭേദബുദ്ധിയോടുകൂടി മറ്റുള്ളവരിൽ നിന്ന്, ഭേദബുദ്ധി എന്ന് വെച്ചാൽ ഞാനും അന്യനും രണ്ടാണ്, അവർ എൻ്റെ അല്ല, അവർ വേറെ ആളാണ് എന്നുള്ള ഭേദബുദ്ധിയോടുകൂടി, അങ്ങനെ ഭേദബുദ്ധിയോടുകൂടി വൈര്യഭാവത്തോടെ മറ്റുള്ളവരിൽ വൈര്യത്തോടുകൂടി ജീവിക്കുന്നവരുടെ മനസ്സൊരിക്കലും ശാന്തമായി തീരില്ല. കാരണം മറ്റുള്ളവരെന്നോട് ദേഷിച്ചു, അതിനുള്ള മറുപടി കൊടുത്തു, അവർ തിരിച്ചു പറഞ്ഞു, അതിന് വീണ്ടും കൊടുത്തു, അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ചയായി. മറ്റുള്ളവരോട് ആ കാര്യം പറയുന്നു, അവർ ചോദിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ, അങ്ങനെ ചെയ്തത് ശരിയായില്ല, അങ്ങനെയൊക്കെയുള്ള ധാരാളം ചർച്ചകളും പ്രശ്നങ്ങളിലും ഒക്കെ പോയി അവരുടെ മനസ്സ് നിരന്തരം അശാന്തമായി തീരുന്നു. ജീവജാലങ്ങളെ അപമാനിക്കുന്നവർ ചെയ്യുന്ന അത്യുത്കൃഷ്ടമായ പൂജ പോലും എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിക്കുവാൻ പര്യാപ്തമല്ല. അപ്പോൾ ജീവജാലങ്ങൾ, മനുഷ്യരും മറ്റ് ജീവികളെയും ഒക്കെ അവരെയെല്ലാം വിഷമിപ്പിച്ചിട്ടും അവരെയെല്ലാം അപമാനിക്കുകയും വിഷമിപ്പിക്കുകയും അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ എല്ലാം വിപരീത ഫലങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് എന്നെ പൂജ ചെയ്ത് ഈശ്വരാർപ്പണമായി പലതും ചെയ്താൽ അത് യാതൊരു സന്തോഷവും അതെനിക്ക് ലഭിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സഹജീവികളെയും കൂടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ ചുറ്റുപാട് കാണുന്ന പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാതെ അവരെ എല്ലാം ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് വന്ന് വലിയ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല അവരുടെ മുന്നിൽ എന്ന് ഭഗവാൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. ഈശ്വരാരാധന കൊണ്ട് ശരീരാഭിമാനം നീങ്ങണം. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ സ്നേഹിക്കാറായി തീരുമ്പോഴാണ് ശരിയായ ഭക്തി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് ആണ് എൻ്റെ ശരീരത്തിലെയും ശക്തിയായി നിലനിൽക്കുന്ന ജീവനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവ്. അങ്ങനെയുള്ള ആ ഏക ബോധം, ആ ഭേദമില്ലാത്ത അവസ്ഥ ഏതൊരു വ്യക്തിക്ക് വരുമ്പോൾ അങ്ങനെ സ്നേഹിക്കാനായി കഴിയുമ്പോഴാണ് ശരിയായ ഭക്തി ആരംഭിക്കുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ലക്ഷ്യത്തെ മറക്കാതെ വേണം ഭഗവാനെ വിഗ്രഹത്തിൽ ആരാധിക്കാൻ. അപ്പോൾ വിഗ്രഹാരാധന നിങ്ങൾ നടത്തിക്കോളൂ. പക്ഷേ വിഗ്രഹാരാധന മാത്രമല്ല, വിഗ്രഹത്തിലിരിക്കുന്ന ആൾ മാത്രമല്ല ഞാൻ. ആ വിഗ്രഹത്തിൽ നിങ്ങൾ കുടിയിരുത്തിയിരിക്കുന്ന ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും കുടിയിരിക്കുന്ന ഏക ചൈതന്യം. അങ്ങനെയും കൂടി കരുതണം. എന്നിട്ട് വേണം നിങ്ങൾ വിഗ്രഹാരാധന നടത്തേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി എന്നെ വിഗ്രഹത്തിൽ പൂജിക്കുകയാണെങ്കിൽ കാലം കൊണ്ട് തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഈശ്വരനായ എന്നിൽ നിഷ്കളങ്കമായ ഭക്തിയുണ്ടാകും. പരമാത്മാവും ജീവനായ താനും വേറെയാണെന്ന തോന്നൽ അല്പമെങ്കിലും ഉള്ളിൽ ഉള്ള കാലം വരെ മരണഭയത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാനും ഈശ്വരനും രണ്ടാണ് എന്ന തോന്നലിരിക്കുന്ന കാലം വരെയും മരണഭയം നമ്മെ പിന്തുടരും. ആ മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. അത് ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇവിടെ സമ്പാദിച്ചതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ലോകത്തേക്ക് ഞാൻ പോകണമല്ലോ എന്നുള്ള ഭയമാണ് എല്ലാ വ്യക്തികളെയും വേട്ടയാടുന്നത്. ആ മരണഭയം മാറണമെങ്കിൽ ഭഗവാൻ പറയുന്നു, ഈ ശരീരമല്ല ഞാനേ, അതിനെ പ്രവർത്തിക്കുന്ന അതിനുള്ളിലിരിക്കുന്ന ആ ശരീരത്തെ കൊണ്ടു നടക്കുന്ന ശക്തിയാണ് ഞാനെന്നുള്ള ബോധം. അത് ആ ശക്തി എന്നേക്കുമുള്ളതാണ്. അതിനൊരു നാശവും സംഭവിക്കുകയില്ല. ഇവിടെ വന്ന് ഉടലെടുക്കുന്ന ജന്മമെടുക്കുന്ന ശരീരമാണ് കാലഗതി അനുസരിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാശമില്ലാത്തവനാണ്. ഞാനെന്ന് എല്ലാവരും എന്നെ പറയുന്നല്ലോ, അവനവനെ പറയുന്നു. ആ ഞാനിന് ഒരിക്കലും മരണമില്ല എന്ന് സത്യം മനസ്സിലാക്കിയാൽ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത് ഈശ്വരൻ ഞാൻ തന്നെയാണ്. ഈ ഞാനെന്ന് പറയുന്നതാണ് ഈശ്വരൻ
ഈശ്വരന്റെ ചൈതന്യം എന്ന് നമ്മൾ മനസ്സിൽ വളരെ അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മരണഭയത്തിൽ നിന്ന് നമുക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പരമാത്മാവൊഴികെ മറ്റെല്ലാം നാശമുള്ളവയാണ്. അതിനാൽ പരമാത്മാവിൽ നിന്ന് അന്യമായ എല്ലാ പ്രതീതികളും ഇല്ലാത്തവയാണ്. പരമാത്മാവിൽ നിന്ന് അന്യമാണ് ശരീരം, അതുകൊണ്ട് അത് ഇല്ലാത്തതാണ്. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഭയനിവൃത്തി വരുത്തേണ്ടത്. നിർഗുണ ഭക്തി കൊണ്ടേ അതിന് സാധിക്കൂ. സഗുണ ഭക്തി കൊണ്ട് നമ്മൾ ഭഗവാനും നമ്മളും രണ്ടാണെന്നുള്ള ബോധം വളരുകയേ ഉള്ളൂ. നിർഗുണ ഭക്തി ഒരു വ്യക്തിയിൽ പ്രകടമാവുകയും വളരുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ ജീവൽ സ്വരൂപമായി ഹൃദയാന്തർഭാഗത്തിരിക്കുന്നതെന്നുള്ള ബോധമുണ്ടാകും. അത് സാധിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ദാനം, ബഹുമാനം, അഭേദ സ്നേഹം എന്നിവ കൊണ്ട് ആരാധിച്ചാൽ കാലം കൊണ്ട് ആ ഭേദഭാവന മാറി എല്ലാത്തിനെയും പരമാത്മാവായി കണ്ടുകൊണ്ട് സ്നേഹിക്കലാകുന്ന അത്യുത്കൃഷ്ടമായ ഭക്തി ഉണ്ടാവും. എല്ലാറ്റിനെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്യുത്കൃഷ്ടമായ ഭക്തി ഒരാളിൽ നിറയുന്നത്. ആ ഒരു പൂർണ്ണമായ ഒരു സ്നേഹം, എല്ലാ ജീവജാലങ്ങളോടുമുള്ള പരമമായിട്ടുള്ള ഒരു പ്രണയം, ഒരു സ്നേഹം, എല്ലാറ്റിനോടും നമ്മുടെയൊന്നും മറ്റുള്ളതൊന്നും ഒന്നുമില്ല. എവിടെ ഏത് ജീവിയെ കണ്ടാലും അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഭഗവാനാണല്ലോ, അപ്പോൾ ഇത് ഭഗവാൻ തന്നെയാണല്ലോ എന്ന ആ സ്നേഹവും ബഹുമാനവും വരണം. സ്നേഹിച്ചാൽ മാത്രം പോരാ. ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ ഭഗവാനെ ബഹുമാനിക്കുകയല്ലേ ചെയ്യുന്നേ? ഭഗവാനെ സ്നേഹിക്കുക മാത്രമാണോ? അല്ല. അപ്പോൾ അതുപോലെയാകണം ഭഗവത് ചൈതന്യമായ ഓരോ ജീവജാലങ്ങളോടും നാം മനസ്സുകൊണ്ട് വെച്ചു പുലർത്തേണ്ടത്. അങ്ങനെയുള്ള ഭേദഭാവന മാറി സ്ഥിരമായി ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് മരണമൊന്നും ഒരു വിഷയമല്ല. മരണഭയവും നീങ്ങി അവർ എത്രയും വേഗം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആക്കം കൂടുകയാണ് മനസ്സുകൊണ്ട് ചെയ്യുന്നത്. കല്ല്, മണ്ണ് മുതലായ അചേതന വസ്തുക്കളെക്കാൾ വൃക്ഷലതാദികളും അവയേക്കാൾ ഇഴജന്തുക്കളും അവയേക്കാൾ നാൽക്കാലികളും ശ്രേഷ്ഠമാണ്. അപ്പോൾ കല്ല്, മണ്ണ് തുടങ്ങിയ അചേതനങ്ങളായിട്ടുള്ള ചേതനയില്ലാത്ത പ്രകൃതി സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠമാണ് വൃക്ഷലതാദികൾ. അത് സചേതനങ്ങളാണല്ലോ. അവയേക്കാൾ ശ്രേഷ്ഠമാണ് ഇഴജന്തുക്കൾ. അവയേക്കാൾ ശ്രേഷ്ഠമാണ് നാൽക്കാലികളായ മൃഗങ്ങൾ. എന്നാൽ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് മനുഷ്യർ. മനുഷ്യരിൽ വെച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരാകുന്ന 4 വർണ്ണങ്ങൾ ഉണ്ട്. അവരിൽ ബ്രാഹ്മണരും കൂടുതൽ ഉത്കൃഷ്ടരാണ്. അതായത് മനുഷ്യരിൽ കൂടുതൽ ഉത്കൃഷ്ടർ ബ്രാഹ്മണരാണ്. എന്ന് വെച്ചാൽ പൂണിലിട്ടവരാണെന്നല്ല അതിനർത്ഥം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. ആ ബ്രഹ്മത്തെ അറിയുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവനാണ് മനുഷ്യ വിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ. ബ്രഹ്മത്തെ അറിയുക എന്ന് വെച്ചാൽ നിർഗുണ ഭക്തിയോടുകൂടി ഭഗവാനെ അറിയാൻ തുടങ്ങുന്നവരെയാണ് ബ്രഹ്മജ്ഞാനമുള്ളവർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഭക്തിയുടെ ബാലപാഠങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയും തടഞ്ഞും നടക്കുന്നു, അത്രമാത്രം. ബ്രാഹ്മണരിൽ തന്നെ ഇനിയുള്ളവരാണ് വേദജ്ഞന്മാർ, വേദാർത്ഥം അറിയുന്നവർ, സംശയം തീർക്കാൻ കഴിവുള്ളവർ, സ്വധർമ്മം ആചരിക്കുന്നവർ, നിഷ്കാമകർമ്മം ചെയ്യുന്നവർ. ഇങ്ങനെ ഇവർ ഓരോരുത്തരും ഉത്തരോത്തരം യോഗ്യന്മാരാണ്. സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ദൃഢമായി ഉറപ്പിച്ച് ആത്മബോധത്തിൽ മുഴുകിക്കൊണ്ട് കഴിയുന്ന ജ്ഞാനിയാണ് സർവ ഉത്കൃഷ്ടൻ. ഭഗവാൻ പറയുകയാണ്, ആത്മബോധത്തിൽ മുഴുകി ദൃഢമായി മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന ആളാണ് എല്ലാറ്റിനേക്കാളും സർവോത്കൃഷ്ടൻ, എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടനായിട്ടുള്ളവൻ. അദ്ദേഹത്തെക്കാൾ മേലെ പിന്നെ ഈ പ്രകൃതിയിൽ ആരുമില്ല, ഒരു ജീവജാലങ്ങളുമില്ല. ആരേക്കാൾ? സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ആ ഒരു ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് നിർഗുണ ഭക്തിയിലേക്ക് എത്തുമ്പോഴേ അതൊക്കെ ആവുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പറയുന്ന വഴിയെ ചെല്ലാനല്ല ഭഗവാൻ പറഞ്ഞത്. സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ദൃഢമായി ഉറപ്പിച്ച് ആത്മബോധത്തിൽ മുഴുകിക്കൊണ്ട് കഴിയുന്ന ജ്ഞാനിയാണ് സർവ്വ ജീവജാലങ്ങളിലും ഉത്കൃഷ്ടൻ. അദ്ദേഹത്തിന്റെ മേലെ ആരുമില്ല. ആ നിലയിലുള്ള ജ്ഞാനിയായി തീരാനാണ്
ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭക്തിയിലൂടെ കടന്നു വന്ന് ജ്ഞാനത്തിലൂടെ സർവ ഉത്കൃഷ്ട വിഭാഗത്തിൽപ്പെടണം. അതാണ് ഭഗവാന്റെ ആഗ്രഹം. അതാണ് ഓരോ മനുഷ്യജന്മത്തിന്റെയും ലക്ഷ്യം. ഈശ്വരൻ ജീവസ്വരൂപേണ പ്രവേശിച്ചിരിക്കുന്നു എന്ന ഭാവത്തോടെ സകല ജീവജാലങ്ങളെയും മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കാലക്രമേണ സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരങ്ങളെയും മറന്ന് എല്ലാറ്റിലും ആത്മാവായി പ്രകാശിക്കുന്ന എന്നിൽ നിർഗുണ ഭക്തി ഉണ്ടാകും. അതും പ്രത്യേകം ഭഗവാൻ പറയുന്നത് കേൾക്കുക. സകല ജീവജാലങ്ങളെയും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. കാണുന്ന എല്ലാറ്റിനെയും പട്ടിയെയും പൂച്ചയും ഈച്ചയും എല്ലാറ്റിനെയും പാദ നമസ്കാരം ചെയ്യാനല്ല പറഞ്ഞ, മനസ്സുകൊണ്ട് നമിക്കുന്നത് എപ്പോഴാണ് അങ്ങനെ നമുക്ക് നമിക്കാൻ തോന്നുന്നേ? ഒരു നായ കടന്നു വരും, ഇതിനെന്താ ചിന്തിക്കാൻ, അതിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാം എന്നല്ല ചിന്തിക്കുന്നത്. നമ്മൾ അതിനെ നമുക്ക് ശല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓടിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതും ഭഗവാന്റെ ചൈതന്യമാണ് ആ നായയുടെ രൂപത്തിൽ നമുക്ക് നേരെ വരുന്നത് എന്ന് അതിനെ മനസ്സുകൊണ്ട് നമിക്കണം. എല്ലാ ജീവജാലങ്ങളെയും മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കാലക്രമേണ സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരങ്ങളെയും മറന്ന്, നമ്മുടെ ചുറ്റും കാണുന്ന ശരീരത്തെയും നമ്മുടെ ശരീരത്തെയും മറന്ന് എല്ലാറ്റിലും ആത്മാവായി പ്രകാശിക്കുന്ന എന്നിൽ തന്നെ നിർഗുണമായ ഭക്തി ഉണ്ടായിത്തീരും. പരബ്രഹ്മസ്വരൂപിയും പരമാത്മാവുമായ എൻ്റെ ഒരു സ്വരൂപത്തെയാണ് എല്ലാവരിലും അന്തര്യാമിയായ ആത്മാവായി വർണ്ണിച്ചത്. അപ്പോൾ പരബ്രഹ്മസ്വരൂപിയും പരമാത്മാവുമായ എൻ്റെ ഒരു സ്വരൂപമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള അന്തര്യാമിയായി പ്രവർത്തിക്കുന്ന ആത്മാവ്. ഭേദഭാവന നീങ്ങാത്തവർക്ക് ഭയമുണ്ടാക്കുന്ന കാലം എൻ്റെ മറ്റൊരു സ്വരൂപമാണ്. ഭഗവാന്റെ ആത്മസ്വരൂപമാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ള ജീവനെ നിലനിർത്തുന്ന ആ ബോധ ചൈതന്യം. എന്നാൽ ഭഗവാന്റെ മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭേദഭാവന നീങ്ങാത്തവർക്ക്. എല്ലാവർക്കും ഭേദഭാവന നീങ്ങുക എന്ന് വെച്ചാൽ ഞാനും ഭഗവാനും മറ്റുള്ള ജീവികളും എല്ലാം വ്യത്യസ്തമാണ്, ഞാൻ എൻ്റെ എന്ന ആ ഒരു ചിന്തയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയം ഉണ്ടാക്കുന്നത് എൻ്റെ മറ്റൊരു സ്വരൂപമായ കാലമാണ്. ഭഗവാൻ കാലസ്വരൂപനായ കാലമായി മാറുന്നതിനെ കുറിച്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ മറ്റൊരു സ്വരൂപമാണ് എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ സംഹരിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ കാലം. അപ്പോൾ കാലം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ പുറത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ ഉള്ളിലാണ് കാലം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ശിശുവായിരുന്ന നാം ബാല്യത്തിലേക്ക് വന്നു, പിന്നെ കൗമാരം യൗവനത്തിലേക്കൊക്കെ കടന്നു വന്ന് പിന്നെ നമ്മൾ പതുക്കെ എങ്ങോട്ട് പോകും? വാർദ്ധക്യത്തിലേക്ക് പോകും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കാലം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. അതും ഭഗവാനാണ്. ഭഗവാന്റെ മറ്റൊരു രൂപമാണ് കാലം. കാലമാകുന്ന മഹാനദി അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഇച്ഛയുണ്ടെങ്കിലും ഇച്ഛയില്ലെങ്കിലും ആ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഒരു ഒഴുക്കിൽ പെടുമ്പോൾ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലാതെ തന്നെ ഒഴുകിപ്പോകുന്നത് എപ്പോഴാണ്? നമുക്ക് ഭാരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ. ഭാരമില്ലാത്ത സാധനങ്ങൾ ജലത്തിൽ ഒഴുക്കിൽ വീണാൽ അത് അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചാലും നിൽക്കാൻ പറ്റത്തില്ല, അത് ഒഴുകി അങ്ങ് പോകും. അതുപോലെ ഈ മഹാകാലമാകുന്ന ഈശ്വരന്റെ മറ്റൊരു ഭാവത്തിൽ, മറ്റൊരു രൂപത്തിൽ നമ്മൾ വന്നു പെട്ടുകഴിയുമ്പോൾ, ആ നമ്മുടെ ഉള്ളിലേക്ക് ആ കാലസ്വരൂപനായ ഭഗവാൻ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാരമില്ല. പിന്നെ ഭാരമുള്ള ആർക്കാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ ഒഴുക്കിൽ നമ്മൾ വീണുപോയി കാലത്തിന് അനുസരിച്ച് നമ്മളിൽ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെ എൻ്റെ മറ്റൊരു രൂപമാണ് കാലം. കാലസ്വരൂപനായ എനിക്ക് പ്രിയപ്പെട്ടവനെന്നോ അപ്രിയനെന്നോ ബന്ധുവെന്നോ വിരോധിയെന്നോ ഇല്ല. അപ്പോൾ എനിക്ക് ബന്ധമുള്ള എൻ്റെ ഭക്തനെ, എന്നോട് എപ്പോഴും സ്നേഹിക്കുകയും എന്നെ നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നവനെ കാലത്തിന് അതീതമാക്കി മാറ്റി നിർത്താം. അവനെ എന്നും കൊച്ചു കുഞ്ഞായിട്ട് മാറ്റി നിർത്താം. ബാക്കിയുള്ളവരെ പെട്ടെന്ന് സംഹരിക്കാം എന്ന് എനിക്കൊരു പ്രിയമോ അപ്രിയമോ ഇല്ല. എനിക്ക് ബന്ധുവും ശത്രുവും ഒന്നുമില്ല. ഈ കാലഗതിയായി ഞാൻ മാറുമ്പോൾ എല്ലാവരും സമന്മാരാണ് എൻ്റെ മുന്നിൽ എന്ന് ഭഗവാൻ പറയുകയാണ്. ലക്ഷ്യത്തെ മറന്നു കഴിയുന്നവരെ മറവി കൂടാതെ പിടികൂടി ഞാൻ സംഹരിക്കും. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ജീവിതത്തിൽ വളരെ സമ്പന്നരായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആണോ? അല്ല. ഭഗവാൻ പറയുന്നു ഓരോ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ മറന്ന്
അവനവന്റെ ശരീരബോധത്തിൽ കഴിയുന്നവരെ ഞാൻ മറവി കൂടാതെ പിടികൂടും. അവർ ഇങ്ങനെ സുഖഭോഗങ്ങളിൽ മുഴുകി എന്നെ മറന്ന് ജീവിക്കുമ്പോൾ ഒരു നാൾ കാലമാകുന്ന ഞാൻ ചെന്ന് അവരെ പിടികൂടും. അങ്ങനെ കാലസ്വരൂപനായ ഞാൻ വായു വീശുന്നതും അങ്ങനെ ഞാൻ പിടികൂടുന്നു. വായു വീശുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, വൃക്ഷങ്ങളും ലതകളും പൂക്കുന്നതും കായ്ക്കുന്നതും, നദികൾ ഒഴുകുന്നത്, സമുദ്രം കരകവിഞ്ഞൊഴുകാത്തത്, അഗ്നി ജ്വലിക്കുന്നത്, ഭൂമി വെള്ളത്തിൽ താണു പോകാതിരിക്കുന്നത്. പലരും കുട്ടികളൊക്കെ സംശയം ചോദിക്കും, 4/3 ഭാഗം ജലമായിട്ടും ഭൂമി ഉരുണ്ടതായിട്ടും ഈ ജലത്തിന്റെ മുകളിൽ എന്താണ് പൊന്തിക്കിടക്കുന്നത്? നമ്മുടെ തൊട്ടരികിൽ മഹാസമുദ്രങ്ങളൊക്കെ ഭൂഖണ്ഡങ്ങൾക്ക് സമീപത്തുണ്ടെങ്കിലും ഭൂമിയെ വെള്ളത്തിൽ താന്നു പോകുന്നില്ലല്ലോ എന്ന്. എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഭഗവാൻ മറുപടി പറയുന്നു. ഞാൻ എന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഭൂമി വെള്ളത്തിൽ താഴെ പോകാതിരിക്കുന്നത്, ആകാശത്തിൽ എല്ലാവർക്കും ഇടം കൊടുക്കുന്നത്. ദേവന്മാർ അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നത് എല്ലാം കാലസ്വരൂപനായ ഈശ്വരനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അല്ലേ? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് പറയും. പക്ഷെ ആ നിയന്ത്രിക്കുന്ന ആൾ ആരാണെന്നാണ് എല്ലാവർക്കും പറയാൻ അറിഞ്ഞുകൂടാത്തത്. അത് ഭഗവാനാണ്. ഭഗവാൻ പറയുന്നു, എൻ്റെ നിയന്ത്രണത്തിലാണ് സൂര്യചന്ദ്രന്മാരും സമുദ്രങ്ങളും ഭൂമിയും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം. അതൊക്കെ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന എന്നെ ഭയന്നാണ് ഇതെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, അല്ലെ എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനൊരു മാനേജരോ അതിൻ്റെ മേലധികാരികളെയൊക്കെ ഭയന്ന് അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാകാതെ അവിടുത്തെ ആ റൂൾസ് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ജോലികളൊക്കെ ചെയ്യും, അല്ലേ? ഇപ്പോൾ ജോലിയുള്ള ദിവസം നമ്മൾ സ്കൂളിലോ അല്ലെ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ പോകുന്നു. വീട്ടിലിരിക്കുന്ന ദിവസവും നമ്മൾ ചിട്ടയില്ലാതെ നമ്മളെല്ലാം ചെയ്യും. അതേസമയം നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസങ്ങൾക്ക് നമ്മൾ നല്ല ചിട്ടയില്ലേ? അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ ചിട്ടകളെ എല്ലാം നടത്തുന്ന മേലധികാരിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്, ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൃത്യമായി ഇവിടെ അവനവന്റെ കർത്തവ്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായി പറയുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ഭഗവാൻ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് യുക്തിപൂർവമൊക്കെ ആയിട്ട് ബുദ്ധി ഉപയോഗിച്ച് പറയാം. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഇത് കൊള്ളണമെങ്കിൽ യുക്തിക്കും ഈ ബുദ്ധിക്കുമൊക്കെ ഉപരിയായി ആത്മബോധത്തിലേക്ക് ഏതൊരു വ്യക്തി വരുന്നോ അവർക്ക് ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതാണല്ലോ ഇതിൻ്റെയൊക്കെ തത്വം. ഇത്രയും കാലം ഭൗതിക ലോകത്ത് അന്വേഷിച്ച് നടന്ന പല ചോദ്യങ്ങൾക്കും ഭാഗവതത്തിൽ ഉത്തരം കിടക്കുന്നല്ലോ എന്ന പൂർണ്ണമായ ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശാസ്ത്രലോകം ഇന്നോളം ചിന്തിച്ചിട്ടും കിട്ടാത്ത പ്രകൃതിയുടെ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര ആൻസറുകൾ ഇപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാറ്റിനും ഒരു മഹാമൗനമായിരിക്കും ശാസ്ത്രജ്ഞന്മാർക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ. എങ്കിൽ ഇതിനുള്ള ഉത്തരമെല്ലാം നമ്മുടെ ഭാഗവതത്തിൽ വേദവ്യാസനായി ഭഗവാൻ വന്ന് അവതരിച്ച് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നമ്മളത് വായിക്കാത്തത് കൊണ്ടുള്ള അജ്ഞതയാണ്, അറിയാത്തത് കൊണ്ടുള്ള ഒരു അന്ധകാരമാണ് നമ്മുടെ മനസ്സിനെയൊക്കെ വ്യാപരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാലസ്വരൂപനായ ഈശ്വരനെ ഭയപ്പെട്ടുകൊണ്ട് ആണ് അവസാനമില്ലാത്തവനും എല്ലാറ്റിനും അവസാനം ഉണ്ടാക്കുന്നവനും. അപ്പോൾ ഭഗവാൻ അവസാനമില്ല, പക്ഷെ എല്ലാറ്റിനും അവസാനം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. ആദിയില്ലാത്തവനും അനാദിയാണ് ഭഗവാൻ എന്നാണ് ഭഗവാൻ ഉണ്ടായെന്ന് വല്ലവർക്കും വല്ല പിടിയുമുണ്ടോ? ഇല്ല. അനാദിയായത്, അതായത് ആദിയില്ലാത്തവനും എല്ലാവർക്കും ആദി കാരണവും. അപ്പോൾ ആദിയിൽ ഇവിടെ ആരുണ്ടായോ ആ ആളാണ് പിന്നീടുള്ള എല്ലാറ്റിനെയും ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാറ്റിനെയും ഉണ്ടാക്കുന്നതിനെ സംഹരിക്കുന്നതും ആ ആദി കാരണനായ ഭഗവാൻ തന്നെ. അപ്പോൾ ആദിയില്ലാത്തവനും എല്ലാവർക്കും ആദി കാരണവുമായ കാലസ്വരൂപനായ ഭഗവാൻ ജനങ്ങളെ കൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നു. എന്നിട്ടോ അന്തകനെ പോലും മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുന്നു. അന്തകനെ പോലെ മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുകയും അന്തകനായി ആരെ കൊണ്ട് സംഹരിപ്പിക്കുന്നു? ശിവഭഗവാനെ ആ ഡ്യൂട്ടി കൊടുത്ത് അന്തകനായി രുദ്രനെ കൊണ്ട് ഓരോന്നിനെയും സംഹരിപ്പിക്കുകയും ചെയ്യുന്നു. കാലപ്രവാഹം കൊണ്ട് എല്ലാം നശിക്കുന്നതായി വിചാരം ചെയ്ത് ബോധിച്ചാൽ നശ്വരങ്ങളായ വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകും. കാലപ്രവാഹത്തിൽ എല്ലാം നശിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നശ്വരമായ ലോകത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആവലാതിപ്പെടില്ല എന്ന് സാരം.
വൈരാഗ്യമെന്നാൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ആഗ്രഹം ഇല്ലാതെ ആയിത്തീരുന്നതാണ്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളതിൽ ആ ആഗ്രഹങ്ങൾ ഇല്ലാതെ, ഇപ്പം സിനിമ കാണാനുള്ള ആഗ്രഹമുണ്ട്, ഞാനത് അതിനിപ്പോൾ പോകുന്നില്ല ഭക്തിയിലേക്ക് വന്നതുകൊണ്ട്. എനിക്ക് പല ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ കൃഷ്ണഭക്തനായതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ ഉറക്കം, എനിക്ക് ബ്രഹ്മയാമത്തിൽ ഉണരണം, അതുകൊണ്ട് ഞാൻ ഉറക്കം എന്ന ആഗ്രഹത്തെ ഉപേക്ഷിച്ചു. ഇങ്ങനെ ഈ ഉപേക്ഷകൾ മാത്രം പോരാ, നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്ത് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ആഗ്രഹമില്ലാതായി തീരുകയാണ് വൈരാഗ്യം എന്നാൽ. വൈരാഗ്യം കൊണ്ട് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ അടങ്ങും. ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മാത്രമേ മനസ്സ് അന്തർമുഖമായി തീർന്ന് ആത്മസ്വരൂപനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് കാലത്തിന്റെ ശക്തിയെ ഇപ്രകാരം വർണ്ണിച്ചത്. അപ്പോൾ കാലഗതിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ജീവിയും കാലാനുഗതമായും നിരന്തരമായ മാറ്റത്തിനിടയാവുമെന്നും, ആ മാറ്റം സംഭവിക്കുമ്പോൾ നാം ഓർത്തോണം, ഇവിടെ കാണുന്നതെല്ലാം മാറ്റത്തിന് വിധേയമാണെന്നും, മാറ്റമില്ലാതെ അനാദിയിൽ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് കാലകാലനായ ഭഗവാൻ മാത്രമാണെന്നും, അപ്പോൾ അതുതന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും, അതുമാത്രമാണ് സത്യം, ബാക്കിയുള്ളതെല്ലാം സ്വപ്നം മാത്രമാണ് എന്ന് തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകാനാണ് കാലഗതിയെക്കുറിച്ചും കാലഗതി സംസാര ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഭഗവാൻ ഇത്രയും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ നല്ല നല്ല ഭക്തിയുടെ, അറിവിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള വഴികൾ തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.